അഴിമതിക്കറകളെ മായ്ക്കാൻ പലതരം പ്രവൃത്തികളും മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പണം നൽകൽ, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകൽ, അങ്ങനെ പലതും. എന്നാൽ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരിപ്പോൾ കേന്ദ്രമന്ത്രിയുടെ കാലിലെ ഷൂ അഴിച്ചു കൊടുക്കുന്നതും അത് പോരാഞ്ഞിട്ട് പൈജാമയുടെ വള്ളി കെട്ടിക്കൊടുക്കുന്നതുമൊക്കെ വല്ലാത്ത ജാതി കോപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. निश्चिंत रही, मत ये नहीं चलेगा। अरे भैया सामने खड़ा आगे आके खड़ा होगा। हाँ, फोटो नहीं ले रहा है। പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥൻ കേന്ദ്രമന്ത്രിയുടെ ചെരുപ്പ് അഴിക്കുന്നതിന്റെയും പൈജാമ വള്ളി മുറുക്കി കൊടുക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ജാർഖണ്ഡിലാണ് സംഭവം. ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡിന്റെ ജനറൽ മാനേജറായ അരിന്ദം മുസ്തഫയാണ് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെയുടെ കാലിലുണ്ടായിരുന്ന ഷൂസ് അഴിച്ചത്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിലെ ഉപകമ്പനിയാണ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്. കാലിലെ ഷൂസ് അഴിക്കുന്ന വീഡിയോയിൽ കേന്ദ്രമന്ത്രിയുടെ മുഖം അത്ര വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇദ്ദേഹം സോഫയിൽ ചാരിയിരിക്കുന്നത് വ്യക്തമാണ്. സംഭവം നാണക്കേടാണെന്നും അഴിമതി മറക്കാനുള്ള ശ്രമമാണ് എന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും അതിന്റെ പിന്നിലുള്ള ചില ഉദ്യോഗസ്ഥരാണ് കേന്ദ്രമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സന്തോഷ് സിംഗ് രംഗത്ത് വന്നതോടെയാണ് ചൂടുപിടിച്ച ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയത്. അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ കണ്ണടച്ച് ഇരുട്ടാക്കൽ പരിപാടി മാത്രം നടക്കും. എന്തിന് ED ഇറക്കി BJP കളിച്ച കളികളിൽ പലതും BJPക്ക് ഒത്താശ പാടിയവരെ ഒഴിവാക്കിയതും കൈമടക്ക് നൽകിയ കമ്പനികളെ ED മുക്തമാക്കിയതുമൊക്കെ കണ്ടതാണ്. അതിനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമായി ഇലക്ട്രൽ ബോണ്ട് മാറിയ കഥകളും പല ഇടങ്ങളിൽ നിന്നുമായി നമ്മൾ കേട്ടിരുന്നു. ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ ഷൂ അഴിക്കലും പൈജാമ വള്ളി കെട്ടിക്കൊടുക്കലും ഒക്കെ അഴിമതിക്കറകളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്.